യെസ്, ലോകം കണ്ണും കാതും കുറിപ്പിച്ചിരുന്ന ആ ഗ്ലാമർ പോരാട്ടം ഇന്നാണ്. നാളെ പുലർച്ചെ 3:30 എന്തും സംഭവിക്കാം ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ. അഷ്റഫ് ഹക്കീമിയുടെ മൊറോക്കോയും സാക്ഷാൽ കാർലോ ആൻസലോട്ടിയുടെ ബ്രസീലും. അപ്പോൾ കാർലോ ആൻസലോട്ടിയോട് ചോദിക്കുകയാണ് മൊറോക്കോയെ പറ്റി എന്ത് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, അവർക്ക് മികച്ചൊരു ടീമുണ്ട്, ആരെയും വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ടീം അവർക്കുണ്ട്. അവർ ഓൾറെഡി ആഫ്രിക്കൻ ചാമ്പ്യന്മാർ അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ആണ്. അദ്ദേഹം അത് ഊക്കി വിട്ടൊരു കാര്യമാണ്. അറിയാലോ, ആ ഒരു സംഭവത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. അവർക്ക് എന്തിനും ഉള്ളൊരു കെൽപ്പ് ഉണ്ട്, അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് മൊറോക്കോയുടെ കോച്ചിനോട് ചോദിക്കുന്നുണ്ട്, ബ്രസീലിനെ പേടിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയാണ്, ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, ഞങ്ങളവരെ ബഹുമാനിക്കുന്നു, പക്ഷെ ഞങ്ങളവരെ പേടിക്കുന്നില്ല. മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിൽ മൊറോക്കോയുടെ കോച്ച് സംസാരിക്കുന്നുണ്ട്. അതേസമയം കാർലോ ആൻസലോട്ടിയോട് ചോദിക്കുകയാണ്, മൊറോക്കോയെ പേടിയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയാണ്, പേടിക്കണമെന്നേ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജീവിതത്തിൽ ഒരു സിംഹത്തിന്റെ മുന്നിൽ പെട്ടാൽ പോലും നിങ്ങൾക്കൊരു പൂച്ചയുടെ മുന്നിൽപ്പെട്ട ഒരു ഫീലിംഗ് ആയിരിക്കും, നിങ്ങൾ പേടിക്കുക തന്നെ വേണം. അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്, അവർക്ക് മികച്ചൊരു ടീമുണ്ട്, ഞങ്ങൾ പക്ഷേ എല്ലാ രീതിയിലും തയ്യാറാണ്. അതേസമയം എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എല്ലാ ആരാധകരോട് പറയാണ്, ഞങ്ങൾ എല്ലാ രീതിയിലും സജ്ജമാണ്, ഞങ്ങൾ എന്താ പറയുക, സർവം സമർപ്പിച്ച് കളിക്കുക തന്നെ ചെയ്യും, ആരെയും വെല്ലുവിളിക്കാനാകുന്ന ആർക്കുമെതിരെ മുട്ടാനുള്ള ഒരു ടീം ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെ കാർലോ ആൻസലോട്ടി പറയുകയാണ്. അതേസമയം നെയ്മർ ജൂനിയറിനെ പറ്റി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, നെയ്മർ കഠിനമായ പരിശ്രമത്തിലാണ്, അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്കകം തിരികെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രൂപ്പ് ട്രെയിനിങ് അദ്ദേഹം ആരംഭിക്കും, എന്തായാലും ഈ ഒരു മാച്ചിന് അദ്ദേഹം അവൈലബിൾ അല്ല എന്ന് തന്നെ കാർലോ ആൻസലോട്ടി വ്യക്തമാക്കുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയർ പറയുന്നു, അദ്ദേഹം ഞങ്ങളുടെ ഒരു ഐഡൽ തന്നെയാണ്. എന്താ പറയുക, ഞാൻ ഈ ടീമിലേക്ക് എത്തുമ്പോൾ എന്നെ ഏറെ ഇൻഫ്ലുവൻസ് ചെയ്തത് നെയ്മർ ജൂനിയർ എന്ന വ്യക്തി തന്നെയാണ്. അതേസമയം കാർലോ ആൻസലോട്ടി പറയുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ്, നെയ്മറിനെ ടീമിലേക്ക് എടുത്തതിൽ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പല താരങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആണ്. അപ്പോൾ അദ്ദേഹം ആ യുവതാരങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും എന്നൊരു കാരണവും നെയ്മറിനെ ടീമിലേക്ക് എടുത്തതിൽ ഉണ്ട്. മികച്ച താരം എന്ന രീതിയിൽ മാത്രമല്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ മത്സരത്തെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു മത്സരം ഒരു ഫുട്ബോൾ ഫാനിനെ സംബന്ധിച്ച്, ഒരു കാണിയെ സംബന്ധിച്ച് ഏറെ എൻജോയ്മെന്റ് ഉള്ള, ഏറെ ആവേശം നൽകുന്ന ഒരു മത്സരം തന്നെ ആയിരിക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. കാത്തിരിക്കാം ആ മഹാപോരാട്ടത്തിന്. Bye.